റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പുഴയുടെയും ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ക്യാമ്പയിന് തുടക്കമായി. ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം എന്ന പേരിൽ നടക്കുന്ന 100 ദിന തീവ്ര പരിപാടിയിലൂടെ ഗൃഹസന്ദർശനത്തിലൂടെയും വിവിധങ്ങളായ ക്യാമ്പുകൾ നടത്തിയും പരമാവധി രോഗികളെ കണ്ടെത്തി ചികിത്സിക്കുന്നതുമാണ് ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത്. ക്ഷയരോഗം ബാധിച്ചവരുടെ മരണനിരക്ക് കുറച്ചുകൊണ്ടുവരിക, പരമാവധി രോഗികളെ കണ്ടെത്തി ചികിത്സ നൽകുക, മരണം പരമാവധി കുറയ്ക്കുക, രോഗത്തെപ്പറ്റിയുള്ള അനാവശ്യ ഭയം ഒഴിവാക്കുക, ക്ഷയരോഗികളോടുള്ള അവഗണന ഒഴിവാക്കുക, ചികിത്സാ പിന്തുണയും പോഷകാഹാരവും ഉറപ്പാക്കുക, ക്ഷയരോഗ പ്രതിരോധ ചികിത്സ നൽകുക, ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് 100 ദിന ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ആശുപത്രിയുടെ കോൺഫറൻസ് നടന്ന പരിപാടി ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് ആശാ സി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോൺ കുര്യൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ TB ഓഫീസർ ഷാനി എം വിഷയാവതരണം നടത്തി. ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഇൻചാർജ് രജനി കെ ആരോഗ്യ സന്ദേശം നൽകി. റോട്ടറി ക്ലബിനെ പ്രതിനിധീകരിച്ച് ആന്റണി മലയിൽ, കെ ചെറിയാൻ ജോർജ്, തോമസ് എന്നിവരും നഴ്സിംഗ് സൂപ്രണ്ട് സുധ, ജയറാം, ജയകൃഷ്ണൻ, S സിന്ധു വർഗീസ് എന്നിവരും സംസാരിച്ചു. 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കലും തുടർന്ന് നടന്നു. ഈ ഒരു അസുഖം ഉള്ളത്തോളം കാലം നമ്മുടെ പുകവലി, മദ്യം, അതേപോലെ തന്നെ ഡ്രഗ് അബ്യൂസ്, അതേപോലെ തന്നെ മറ്റ് ക്രോണിക് കിഡ്നി അസുഖം, നമ്മൾ മിക്കവരും ഡയാലിസിസ് പോകുന്ന ആൾക്കാരാണ്. പല ഇതുകൊണ്ടും പ്രഷർ കൊണ്ടും അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ആവാത്തതുകൊണ്ടും അല്ലാണ്ട് പല റീസണുകൊണ്ടും എല്ലാം കിഡ്നി ഡിസീസുകളുള്ള ഡയാലിസിസ് പേഷ്യന്റുകളുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇങ്ങനെ സപ്പോർട്ടീവ് അസുഖം, റോബോട്ടിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരുണ്ട്, ലിവർ പ്രോബ്ലം ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള രോഗികളുടെ ഒരു നാടാണ് നമ്മൾ കേരളം. പണ്ട് നമ്മള് ഉള്ളവരെ അധ്വാനമില്ലാണ്ട് ഇപ്പൊ നമ്മൾ വലിയ അധ്വാനിക്കുന്ന ജനങ്ങളല്ല, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന മൈഗ്രൻസ് ആണ്. അത് നമുക്ക് വേണ്ട കാര്യമാണ് TB വരാനായിട്ട്. കാരണം ഒത്തിരി മൈഗ്രൻസ് കേരളത്തിലുണ്ട്. അവരും നമ്മുടെ TB കൂടെ കൊണ്ടുവരുന്നതിന് ഒരു കാരണക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഒത്തിരി മൈഗ്രന്റ് ഡോക്ടേഴ്സും നമ്മുടെ ആരോഗ്യ സ്ഥിതി നമ്മളെല്ലാവരും പലർക്കും ഷുഗറും പ്രഷറും ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരാണ്. അപ്പം അത് ആണ് നമ്മുടെ TBനെ നമ്മുടെ 14 ജില്ലയിൽ നമ്മൾ പെടാൻ കാരണം. അതായത് കേരളത്തിലെ 14 ജില്ലയിൽ പെടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാര്യം നമ്മുടെ ഈ ഒരു ടെമ്പറേറ്റാണ്. നമുക്ക് കഴിഞ്ഞ വർഷം 125 പേഷ്യന്റാണ് TB കാരണം നിർത്തായത്. അത് മിക്കവാറും TB കൊണ്ടല്ല, അത് ക്യാൻസർ കൊണ്ടും അല്ല, അതുപോലെ തന്നെ മറ്റ് ക്രോണിക് കിഡ്നി ഡിസീസ് കൊണ്ടും ബാക്കി ക്രോണിക് ലിവർ ഡിസീസ് കൊണ്ടും മിക്കവാറും അതിന് എയ്ഡ്സ് രോഗികളായിരിക്കും. എയ്ഡ്സ് രോഗികൾ ഏറ്റവും കൂടുതൽ മരിക്കാൻ ചാൻസ് TB കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ COPD പേഷ്യന്റ് ആണെങ്കിൽ അവര് COPDയുടെ കൂടെ TBയുടെ എത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കൊണ്ടും പിന്നെ ലേറ്റ് ആയിട്ട് നമ്മുടെ ഡയഗ്നോസിസ് കൊണ്ടും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലാണ് നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നത്. അപ്പൊ ഈ ഒരു 100 days TB ക്യാമ്പയിൻ നമുക്ക് WHO 2030 വേൾഡ് TB നിർമ്മാണമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ലോകത്തിലെ 27% പേഷ്യൻസ് ഇന്ത്യക്കാരാണ്. അപ്പൊ അതായത് 1/4 ലോക ക്ഷയരോഗ ഉറവിടം ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിൽ TB നിർമ്മാർജ്ജനം ചെയ്താൽ മാത്രമേ നമുക്ക് ലോകത്തില് TB നിർമ്മാർജ്ജനം പറ്റുള്ളൂ. ആത്മബന്ധമുള്ളതുകൊണ്ട് ഡാൻസിന്റെ പരിപാടിക്കും ഹോസ്പിറ്റൽ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ വലിയ ഗ്രാഹ്യമുള്ളതൊന്നുമല്ല. അതാണ് ഞാൻ ചോദിച്ചത് ഞാൻ എന്താണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ആന്റിബയോട്ടിക്കിന്റെ ഡേ വന്നു. പക്ഷെ അത് വന്നതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ആന്റിബയോട്ടിക് നമ്മൾ നമ്മുടെ കുട്ടികൾ കഴിക്കാതെ വരുമ്പോൾ നിർബന്ധിച്ച് ടൈം കൊടുത്തൊക്കെ ഈ റിപ്പീറ്റഡ് പനിക്കൊക്കെ നമ്മൾ കൊടുത്ത് കഴിപ്പിക്കും. പക്ഷെ അതിന്റെ ദൂഷ്യവും പിന്നീടാണ് ഇത് ഡേ കഴിഞ്ഞപ്പോഴാണ് എന്റെ ഒരു ഗൗരവം മനസ്സിലായത്. അഭിമാനമുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ റോട്ടറിയുടെ ആക്ഷൻ കൊണ്ട് വളരെ വിപുലമായി ഞങ്ങൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് TB പാടില്ല എന്ന എനിക്ക് വീണ്ടും റോട്ടറിയെ പോലുള്ള ഇതുപോലെ TB ഓഫീസർ ഡോക്ടർ ഷാനി മാഡം, റോട്ടറി ക്ലബിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധിയുടെ, പിന്നെ WNCയിലെ നമ്മുടെ ഉൾപ്പെടെയുള്ള നമ്മുടെ അംഗങ്ങൾ, ആശാപ്രവർത്തകരെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഷാനി മാഡം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയും. 100 ദിന കർമ്മ പരിപാടിയാണ് TB. വളരെ പ്രാചീനമായ ഒരു അസുഖമാണ്. 2025 എലിമിനേഷൻ നമുക്ക് ഇന്ന് നിവാരണം ചെയ്യേണ്ട ഒരു അസുഖമാണ്. 2030 100 ദിന തീവ്ര യജ്ഞ പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഗൃഹസന്ദർശനത്തിലൂടെയും ക്യാമ്പുകൾ നടത്തിയും പരമാവധി TB രോഗികളെ കണ്ടെത്തി ചികിത്സിക്കാനാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്.
ഗവർണർ ആന്റണി മരിയെ, ഞങ്ങളുടെ മുൻ അസിസ്റ്റന്റ് ഗവർണർ ചെറിയൻ, അതുപോലെ തന്നെ മുൻ അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ജോർജ് തോമസ്,